കണ്ണിൻ വാതിൽ ചാരാതെ കണ്ണാ നിന്നെ കണ്ടുട്ടെ ഏറ്റാതൊരു മുത്തം ഞാൻ തന്നോട്ടെ. 2000-ലാണ് എൻ്റെ ഫസ്റ്റ് മലയാളം സിനിമ ഇറങ്ങുന്നത്. ഇപ്പം 2025 ആയി. ഇത്രയൊക്കെ വർഷം കാണുന്നു എന്ന് പോലും വിശ്വസിക്കുന്നില്ല. ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ കുഡ് സിംഗ് സം ബ്യൂട്ടിഫുൾ സോങ്സ് ഇൻ മലയാളം. സരസ്വതീനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലക്ഷ്മി വരില്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇപ്പം കാലൊക്കെ മാറി. 80-ാം വയസ്സിലും നമുക്ക് റെസ്പെക്റ്റും ലെഗസി വാല്യൂ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇഫ് യു റൺ ബിഹൈൻഡ് ദ ഫെയിം ആൻഡ് മണി യുവർ ആർട്ട് വിൽ സഫർ. ഗായത്രി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫെയിമും പൈസയൊന്നും നിൽക്കില്ല, പക്ഷെ ആർട്ട് വിൽ സ്റ്റേ. അല്ലേ? നിങ്ങളുടെ പാട്ടാണ് എന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത് എന്ന് പറഞ്ഞ ആരാധിക ലൈവ് ഷോ കേൾക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ഈ പാട്ട് കേട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ സൂസൈഡ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് വരിക. എന്നെ ഒരു പക്ഷം ദൈവം ആ സമയത്ത് വിട്ടതായിരിക്കും. മ്യൂസിക് എന്ന ഒരു മീഡിയത്തിലൂടെ ഹീൽ പീപ്പിൾ എന്നുള്ളത്. നിങ്ങളുടെ ലോകം പ്രകാശപൂരിതമാക്കാൻ ഇനി അസാസ് LED ലൈറ്റ്സ്. വീട്ടിലേക്കും ഓഫീസിലേക്കും ഇനി ദ കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻ. അസാസ് എന്നാൽ ക്വാളിറ്റിയാണ്. അപ്പൊ ഇനി മറക്കണ്ട, അസാസിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ മൈൽ സ്റ്റോൺ മ്യൂസിക് അവാർഡ്സ് നിങ്ങൾക്കറിയാലോ, കാത്തിരിക്കുകയാണ് നമ്മൾ. എന്നാണ് നമ്മൾ അന്ന് എല്ലാ സിംഗേഴ്സിനെയും മ്യൂസീഷ്യൻസിനെയും എല്ലാവരും കൂടെ കാണാൻ പോകുന്നതെന്നല്ലേ. അപ്പൊ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയൊരു സർപ്രൈസ്. കുറേ നാളുകളായിട്ട് നമ്മൾ ഈ വ്യക്തിയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുറച്ച് നാളുകളായിന്ന് മാത്രം. പക്ഷെ നമ്മുടെയൊക്കെ ശരിക്കും പാട്ടിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഒരു സ്ഥാനമുള്ള ഒരു ബ്യൂട്ടിഫുൾ സിംഗർ ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. സ്പെഷ്യലി ടാലന്റഡ് സിംഗർ, ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗർ, ഗായത്രി. യെസ് ഗായത്രി, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു അറൗണ്ട് 15 വർഷത്തോളമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ താങ്ക്സ് ടു ദിസ് ഇന്റർവ്യൂ വീണ്ടും കൂടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി. റിയലി നൈസ്. ഞാനും അതെ. ഇന്നിപ്പോ അവര് ഗായത്രി ആണ് എന്നോട് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഇന്നലെ ഐ വാസ് സപ്പോസ് ടു കോൾ ഇങ്ങനെയാന്ന് അറിഞ്ഞപ്പോ തന്നെ അപ്പൊ അവര് പറഞ്ഞു വേണ്ട സാർ, സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ, നേരിട്ട് കാണാം എന്നും പറഞ്ഞ് നിൽക്കായിരുന്നു. ഒരുപാട് സന്തോഷം. എനിക്കും ഇങ്ങനെ വിശേഷങ്ങൾ വീണ്ടും അറിയാൻ സാധിച്ചു, നമുക്ക് വീണ്ടും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഗായത്രി എന്ന് പറഞ്ഞ സിംഗർ നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്നതും, ഗായത്രി എന്ന് പറഞ്ഞ സിംഗറിന്റെ ശബ്ദങ്ങളൊക്കെ നമ്മൾ ആദ്യം കേട്ടതും ആ പാട്ടിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. അറിയാം നിങ്ങളുടെ വീട്. ഇതൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ട്രിപ്പാണ്. 2000-ലാണ് എൻ്റെ ഫസ്റ്റ് മലയാളം സിനിമ ഇറങ്ങുന്നത്. ഇപ്പം 2025 ആയി. ഇത്രയൊക്കെ വർഷം കാണുന്നു എന്ന് പോലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ കുഡ് സിംഗ് സം ബ്യൂട്ടിഫുൾ സോങ്സ് ഇൻ മലയാളം. തീർച്ചയായിട്ടും ഇപ്പോഴും അതൊരു ക്ലാസിക്കായിട്ട് തുടരും. അതിനുള്ള എല്ലാ നന്ദിയും രവീന്ദ്ര മാഷ്ക്ക്, ലോഹിതദാസ് സാറിന്, അതുപോലെ തന്നെ ഗിരീഷ്, ആ ഫുൾ ട്രയോ എന്ന് പറയുന്ന ഒരു ടീം ഇപ്പം നമ്മുടെ ഒപ്പം ഇല്ല. പക്ഷേ ഓഫ് കോഴ്സ് ഫോർ എവർ ഗ്രേറ്റ്ഫുൾ അവരുടെ കോൺട്രിബ്യൂഷൻ. ഇന്ന് നമ്മളൊക്കെ ആസ്വദിക്കുന്നതും നമ്മൾ എപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും ഇവരെ പോലത്തെ വലിയ റെസ്പെക്റ്റഡ് ആൾക്കാർ ഉണ്ടാക്കി തന്ന പാട്ടുകളല്ലേ. ഞാൻ ആക്ച്വലി രമ്യ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ മാസം ഞാൻ 2002 ഒരു TV ചാനലിൽ എൻ്റെ ദീനദയാലോ എന്നുള്ള പാട്ടിൻ്റെ വീഡിയോ യൂട്യൂബിൽ നോക്കിയപ്പോൾ എനിക്ക് എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, അത്ര ചെറുതാണ് ഞാനത്. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞ മാസം ഇൻസ്റ്റഗ്രാമിൽ ഇട്ടു. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ട്രിപ്പ് എന്നുള്ള മേജർ ത്രോ ബാക്ക് എന്നുള്ള രീതിയിൽ ഇൻസ്റ്റഗ്രാമിലിട്ടു. യു വോണ്ട് ബിലീവ് അത് എത്ര വൈറലായി എന്നുള്ള. അതിന് അറൗണ്ട് എനിക്ക് തോന്നുന്നത് മോർ ദാൻ മില്യൺസ് ഓഫ് വ്യൂസ്, 70,000 ലൈക്സ്. അതായത് ആൾക്കാരെ അത് കണ്ടിട്ട് അവർക്ക് എനിക്ക് തോന്നുന്നത് ഒരു ഭയങ്കര ഒരു ഇമോഷണൽ കണക്ഷൻ ആ ഒരു പഴയ വീഡിയോനോട് തോന്നി. അപ്പോഴെനിക്ക് ഐ വാസ് സോ ഹാപ്പി ടു സീ. അതായത് ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ ആ പാട്ട് മറന്നിട്ടില്ല എന്ന് വരുമ്പോൾ അത് എത്ര തൗസൻഡ്സ്, ലൈക്ക് യു കാൺ ബിലീവ്
എത്ര ഷെയർസ് അതിന്, more than 50,000 ഷെയർസ്. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഓ സമാധാനം, ഞാൻ നാട് വിട്ടിട്ട് ഇപ്പോൾ 10 വർഷമായി, എന്നാലും ആൾക്കാർക്ക് ഇപ്പോഴും ആ പാട്ട് ഓർമ്മയുണ്ടെന്നുള്ളതിൽ നമുക്കൊരു ഒരുപാട് നന്ദിയും ഒരു ദൈവാനുഗ്രഹമാണ് അതൊക്കെ. അങ്ങനെ ഒരു പാട്ട് പാടാൻ പറ്റുക എന്നുള്ളത്. ഒരു സെഗ്മെന്റിലേക്ക് പോവാം. പല പല സമയത്തൊക്കെ ആയിട്ട് ഗായത്രി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, നമുക്കൊന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞത്, അതാണ് സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, ഇഫ് യു റൺ ബിഹൈൻഡ് ദ ഫെയിം ആൻഡ് മണി യുവർ ആർട്ട് വിൽ സഫർ. ഇത് ഗായത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഫെയിം എന്ന് പറയുന്നത് വളരെ ടെമ്പററി ആണ്. അപ്പൊ അതൊരു ബബിളാണ്. അപ്പൊ അതിന്റെ പിന്നാലെ അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആർട്ട് ഡെഫിനറ്റ്ലി സഫർ ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഒരേ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും പബ്ലിക് കയ്യിൽ വേണം എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിനുള്ള സ്കിൽ സെറ്റ് മാത്രമേ നമ്മൾ ബിൽഡ് ചെയ്യുള്ളൂ. മനസ്സിലായോ? അതായത് നെറ്റ്വർക്കിംഗ്, ഒരു തെറ്റില്ല, അതൊക്കെ ചെയ്യണം. പക്ഷെ അത് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അതൊന്ന്. മണി ഈസ് എ വെരി ഗുഡ് തിങ്, അതിലും ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മണി ഉണ്ടായാലും നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവണം എന്നില്ലല്ലോ. അൾട്ടിമേറ്റ്ലി മണി എല്ലാവർക്കും ആവശ്യമാണ്. എനിക്കും കംഫർട്ട് ആവശ്യമാണ്. നമുക്കൊരു കംഫർട്ടബിൾ ജീവിതം ഉണ്ടെങ്കിലേ നമുക്ക് ആർട്ടും പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. പക്ഷെ ഇത് മാത്രമല്ലല്ലോ ഒബ്ജക്റ്റീവ്. ഇപ്പം വലിയ വലിയ സിംഗേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ചിത്ര ചേച്ചി ആയാലും ലതാജി ആയാലും ശ്രേയാജി ആയാലും ഇവരൊക്കെ ചെറുപ്പത്തിൽ, ദാസേട്ടനായാലും എത്രയോ മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാച്ചുറലി ഫെയിമും മണിയും കെയിം ടു ദം. അപ്പം അങ്ങനെ ഉണ്ടല്ലോ, സരസ്വതീനെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലക്ഷ്മി വരില്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇപ്പം കാലൊക്കെ മാറി. പക്ഷെ നമ്മൾ പഴയ രീതിയിൽ തന്നെ. പക്ഷെ നമ്മള് എന്തൊക്കെ പറഞ്ഞാലും അതിപ്പോ നമുക്ക് എത്രത്തോളം റെസ്പെക്ട് വേണം എന്നുള്ളതനുസരിച്ചിരിക്കും. നമ്മുടെ ഒരു ലെഗസി വാല്യൂ എത്രത്തോളം വേണം എന്നുള്ളതനുസരിച്ചിരിക്കണം. ഇപ്പൊ ഒരു 80-ാം വയസ്സിലും നമുക്ക് റെസ്പെക്റ്റും ലെഗസി വാല്യൂ ആവശ്യമുണ്ടെങ്കിൽ നമ്മള് ആർട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ നമ്മുടെ ഒരു ഫ്യൂച്ചർ ജനറേഷൻസില് ഇപ്പൊ ഞാൻ കിഷോർ കുമാർ പോയിട്ട് എത്ര വർഷങ്ങളായി, അദ്ദേഹം അന്തരിച്ചിട്ട് എത്ര വർഷങ്ങളായി, ഇപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ആൾക്കാർ കേൾക്കുന്നു. അല്ലെങ്കിൽ R.D. ബർമൻ ഈ ഭൂമി വിട്ടിട്ട് എത്ര കാലമായി, ഇപ്പോഴും അദ്ദേഹത്തിന്റെ പാട്ടുകൾ റീമിക്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പൊ നമ്മുടെ ഫെയിമും പൈസയൊന്നും നിൽക്കില്ല. പക്ഷെ ആർട്ട് വിൽ സ്റ്റേ അല്ലേ. നല്ല ആർട്ട്, നല്ല മ്യൂസിക് എന്ന് പറയുന്നത് 50 വർഷം കഴിഞ്ഞാലും 100 വർഷം കഴിഞ്ഞാലും അത് ത്യാഗരാജ സ്വാമികളുടെ കൃതികൾ ഇപ്പോഴും. തീർച്ചയായിട്ടും. ത്യാഗരാജ സ്വാമികൾ പോയി, മിയ താൻസൻ മരിച്ചു, അവർക്കിപ്പോൾ ഇതൊന്നും അറിയില്ല, അവരുടെ പാട്ട് ഇപ്പോഴും കേൾക്കുന്നുണ്ടെന്നുള്ളത്. നമ്മുടെ ലൈഫ് ടൈമിലും നമുക്ക് ഫെയിം ഉണ്ടാവണം എന്നില്ല. ഇപ്പൊ വിൻസെന്റ് വാൻ ഗോ മാതിരി ഇത്ര വലിയ പെയിന്റർ, അദ്ദേഹത്തിന് ലൈഫ് ടൈമിൽ അദ്ദേഹത്തിന് ഒരു പെയിന്റിങ്ങേ വിൽക്കാൻ പറ്റിയുള്ളൂ അല്ലേ. ഇറ്റ്സ് എ സാഡ് തിങ്. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പെയിന്റിംഗ് എന്ന് പറയണത് എത്ര $200 million വിൽക്കുന്നത്. അതൊക്കെ ഒരു നിമിത്തമാണ്. അപ്പൊ നമുക്ക് ഈശ്വരൻ നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് വിചാരിച്ച ഫെയിം തരണം എന്നില്ല. സിനിമ ഹിറ്റ് ആവാത്തത് കൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയ നല്ല പാട്ടുകൾ എനിക്കും ഏറെയുണ്ട്. ഏതൊക്കെ സിനിമകളാണ്? നരനില് തുമ്പിക്കിന്നാരം എന്നുള്ള പാട്ട് ഞാൻ ദാസേട്ടൻ്റെ ഒപ്പം പാടിയിരുന്നു. പക്ഷെ അത് സിനിമയിൽ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് സിനിമയിൽ അതുമാതിരി ഫ്ലാഷ് എന്നുള്ള സിനിമയില് നിൻഹൃദയ മൗനം ഉൾക്കടലിനാഴം എന്നുമറിയുന്നു ഞാൻ, അതിപ്പോഴും റീൽസിലൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, റേഡിയോയിൽ ഒരുപാട് വരുന്നുണ്ട്. അങ്ങനെ കുറേ എന്താ പറയാ നല്ല നല്ല പാട്ടുകളുണ്ട്. ഇനിയിപ്പം മഴ കൊണ്ട് മാത്രം എന്നുള്ള പാട്ട് ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ എങ്ങനെയാന്ന് വെച്ചാൽ അത് പകുതി പാട്ട് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യും, എന്നിട്ടൊരു ഡയലോഗ് വരും, എന്നിട്ടാണ് എൻ്റെ പാട്ട് വരുന്നത്. മനസ്സിലായോ? സിനിമയില് പക്ഷേ എപ്പോഴും ആ സീൻ ഫസ്റ്റ് പോർഷൻ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട്. മനസ്സിലായോ? അതുമാതിരി ചാഞ്ചാടി ആടി എന്നുള്ള പാട്ട് മകൾക്ക് ഹിറ്റ് ആയിരുന്നില്ല, പക്ഷെ ഓഫ് കോഴ്സ് പാട്ട് വാസ് വെൽ നോട്ടീസ്ഡ്. പക്ഷെ എന്നാലും അങ്ങനെ കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട്. അതായത്
കുറേ പാട്ടുകൾ അങ്ങനെ എന്താ പറയാ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്, beautiful ആയിട്ടുള്ള പിന്നെയും പാട്ടുകള്. കുറെ പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ എനിക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ എക്സാമ്പിൾസ് എല്ലാം എടുത്ത് പറയാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ചിലപ്പം സിനിമ ശ്രദ്ധിച്ചില്ലെങ്കിലും അതിനകത്ത് പാട്ടുകൾ ശ്രദ്ധിക്കും. അതെ, മകൾക്ക് അതിനൊരു എക്സാമ്പിൾ ആണ്. അതെ, പിന്നെ അതേപോലെ തന്നെ നേരെ തിരിച്ചും വരും. നേരെ തിരിച്ചും വരും. എക്സാക്ട്ലി. ഓക്കെ. സിനിമ അതായത് ഇതിനെല്ലാം ഓരോ പാട്ടിനും ഉണ്ട് ഒരു ജാതകം എന്ന് പറയാറുണ്ട്, വിച്ച് ഇസ് ട്രൂ അല്ലേ? ഒരാൾ ഇതുമാതിരി രാജാ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, സാറേ ഞാൻ എന്തോരം പ്രാക്ടീസ് ചെയ്തു, എനിക്ക് സിനിമയിൽ ചാൻസ് കിട്ടുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? അപ്പം രാജാ സാറ് പറഞ്ഞു, സിനിമയിൽ കിട്ടണമെങ്കിൽ സമയം സിനിമയിൽ ഹിറ്റ് ആവണമെങ്കിലും സമയം നന്നാവണം. അത് കറക്റ്റാണ്. എന്താ കഴിഞ്ഞാൽ പക്ഷെ ഇതൊക്കെ ആണെങ്കിലും നമ്മുടെ ഹാർഡ് വർക്കിന് 100% ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. അത് വേറെ എന്തെങ്കിലും രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യും. ഇപ്പം നമുക്ക് സിനിമയിൽ വലിയ കരിയർ ഉണ്ടാക്കാൻ പറ്റാത്ത പലർക്കും ലൈവിൽ വലിയ കരിയർ ഉണ്ടാക്കാൻ പറ്റും. ലൈവിൽ ഒരുപാട് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ എന്നാൽ സിനിമയിൽ നല്ല കരിയർ ഉള്ളവർ പലപ്പോഴും ലൈവിൽ നല്ല കരിയർ ഉണ്ടാവണമെന്നില്ല, അല്ലേ? ലൈവിൽ എത്രയോ ബിസി ആയിട്ട് 10-15 ഷോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും പറഞ്ഞ് പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് ഈശ്വരൻ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അതിനുള്ള 100% ഗ്യാരണ്ടി എന്തെങ്കിലും രീതിയിലുണ്ടാവും, ചെയ്തു തരും. അതാണ്. ഓക്കെ. സിനിമ ഇറങ്ങി കാസറ്റ് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ദാസേട്ടനൊപ്പം ഡിവറ്റ് ആണ് ഞാൻ പാടിയതെന്ന്. അത് ആദ്യത്തെ പാട്ടല്ലേ? അതെ, അത് ഓൾറെഡി ദീനദയാലും. ഓക്കെ. ഈ ദാസേട്ടനൊപ്പം തന്നെ ഒരുപാട് സ്റ്റേജ് ഷോസിലും ഗായത്രി പാടിയിട്ടുണ്ട്, എത്രയോ സ്റ്റേജ് ഷോസിലാണ്. അപ്പം അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ ദാസേട്ടൻ സ്നേഹം കൊണ്ട് തന്നെ സ്ഥിരം കൂടുതലാകുമ്പം ചിലപ്പോൾ ദാസേട്ടൻ ശകാരിക്കും പാട്ടെങ്ങാനും തെറ്റിപ്പോയാൽ, അല്ലെങ്കിൽ അന്വേഷിക്കും നീ എന്താ ഭക്ഷണം കഴിച്ചത്, തണുത്തോളം കുടിക്കണ്ടോ, കറക്റ്റ് ആണോ നിന്റെ ഡയറ്റ്, പാടുന്നതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ രീതിയിലും അത് റിഫ്ലക്ട് ചെയ്യാമല്ലോ. അപ്പം നല്ല നല്ല ഉപദേശങ്ങൾ അദ്ദേഹം പറഞ്ഞു തരും. അങ്ങനെ എത്രയോ ടിപ്സ് ഗായത്രിക്കും കിട്ടിയിട്ടുണ്ടാവണം അല്ലേ? ഒരുപാട്. എന്തൊക്കെയാ? ഒരുപാട് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ട്. ഒരിക്കൽ ഞാൻ ഗന്ധർവ സംഗീതം ആങ്കർ എന്ന സമയത്ത് അതിന്റെ ഫൈനലിന് ദാസേട്ടൻ വരുമല്ലോ. അതെ. അപ്പൊ ദാസേട്ടൻ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ജാനുവരി സമയത്താണ്, കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റേജിൽ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു തുണ്ട് കടലാസ് ആരോ പാസ് ചെയ്തു. നോക്കുമ്പോൾ ദാസേട്ടൻ എഴുതിയ ചിറ്റാണ്. എന്നോട് പറഞ്ഞു, നീ തല കവർ ചെയ്തിരിക്കും, മഞ്ഞുണ്ട്, വോയിസ് എഫക്റ്റ് ചെയ്യുന്നത്, ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അദ്ദേഹത്തിന് അത് എത്രത്തോളം കെയറും എഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതൊന്ന് മറക്കാൻ പറ്റാത്ത. പിന്നെ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം ഫോൺ വിളിച്ചു, കൺഗ്രാജുലേറ്റ് ചെയ്തു നേരിട്ട്. എന്നിട്ട് പറഞ്ഞു, ഒന്നും നിനക്ക് കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് ഒരു ബെഡ് കോഫി ആരോ കൊണ്ടു തന്ന മാതിരിയാണ്. കാരണം നീ അതിന് വേണ്ടി ഒരു അറ്റംപ്റ്റും ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, ചെയ്യുന്ന ടൈപ്പും അല്ല എന്നറിയാം. അപ്പോൾ ദിസ് ഈസ് ഫോർ യുവർ ടാലൻറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അതൊന്ന്. പിന്നെ കുവൈറ്റിൽ ഞങ്ങൾ ഒരുമിച്ചൊരു ഷോ ചെയ്തപ്പോൾ ദാസേട്ടൻ്റെ റൂം എൻ്റെ അടുത്ത റൂമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഒരുപാട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക. എനിക്ക് രാവിലെ കുറേ പ്രാക്ടീസ് ചെയ്യുന്നൊരു ശീലമുണ്ട്. അപ്പം എന്നോട് ഷോൻ്റെ സമയത്ത് പറഞ്ഞു, നീ പഡ്ഡീപ്പ് രാഗം രാവിലെ പ്രാക്ടീസ് ചെയ്ത് ഞാൻ കേട്ടു, വളരെ നന്നായിട്ടുണ്ട്, നീ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയൊക്കെ കറക്റ്റാണ്, പക്ഷെ ഷോൻ്റെ അന്ന് ഹാഫ് ആൻ അവറിലധികം ചെയ്യരുത്, കാരണം നിനക്ക് വൈകുന്നേരം കുറേ എക്സേർട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഷോൻ്റെ അന്ന് ഹാഫ് ആൻ അവറിൽ നിർത്തുക പ്രാക്ടീസ്, അല്ലെങ്കിൽ കൂടുതൽ ചെയ്ത വോയിസ് സ്ട്രെയിനായി ലൈവിൽ ഇൻപുട്ട് അത്. അപ്പം അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള അഡ്വൈസാണ്. ഞാനിതിപ്പോൾ എപ്പോഴും ഞാനത് ഫോളോ ചെയ്യാറുണ്ട്. അതൊന്ന്. പിന്നെയുള്ള ടിപ്സ് അല്ല, പക്ഷെ എന്നെ വളരെ ടച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാനൊരിക്കൽ സിംഗപ്പൂർ സാറിൻ്റെ ഒപ്പം ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ 4 hours ഫ്ലൈറ്റിൽ ഞാൻ ആസ് യൂഷ്വൽ സിനിമയൊക്കെ കണ്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുകയാണ് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ ഞാൻ ഫ്ലൈറ്റിലിരുന്നൊരു കീർത്തനം കമ്പോസ് ചെയ്തു, അതിന് എന്തിനെ കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞു, ഈ രാഗത്തിൽ. എന്നിട്ട് എന്നെ ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിലിരുന്ന് ആ പാട്ട് കേൾപ്പിച്ചു തന്നു. അദ്ദേഹം ഫ്ലൈറ്റിലിരുന്ന് കമ്പോസ് ചെയ്ത കൃതി. അപ്പം ഞാൻ ആലോചിക്കുക, എൻ്റെ ദൈവമേ, ഇതുകൊണ്ടാണ് ദിസ് ഇസ് വൈ ഈസ് എ ലെജൻഡ്. കാരണം ആ ഒരു 4 മണിക്കൂർ ഞാനിരുന്ന് സിനിമ കാണുന്ന സമയത്ത് അദ്ദേഹം ഇരുന്ന് പാട്ട് കമ്പോസ് ചെയ്യണം. അപ്പം അത് ആ ഒരു മ്യൂസിക്കിനോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, അതായത് 24 hours ഇത്
ഇങ്ങനെ തലയിലുണ്ട്, മ്യൂസിക് എന്നുള്ള സാധനമുണ്ട്. അപ്പോൾ ഞാൻ വളരെ ടച്ച്ഡായി. കാരണം എന്താ വെച്ചാൽ എന്നെ പോലുള്ള ഒരു ജൂനിയർ സിംഗറിനെ അദ്ദേഹം ഇത്ര പ്രഷ്യസ് ആയിട്ട് ഫ്ലൈറ്റിൽ കമ്പോസ് ചെയ്ത കീർത്തനം എന്നെ കേൾപ്പിച്ചു എന്നുള്ളത്, ദാറ്റ് വാസ് വെരി വെരി ടച്ചിങ്. കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ എനിക്ക് മ്യൂസിക്കിനോട്, ഞാൻ മ്യൂസിക് പഠിക്കുന്ന ഒരാളാണ്, പക്ഷെ അദ്ദേഹത്തിന് അത് ഷെയർ ചെയ്യാനുള്ളൊരു ഒരു മഹത്വം എൻ്റെ അടുത്ത് ഇപ്പോൾ ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ദാറ്റ് മെയ്ഡ് മീ വെരി ഹാപ്പി. അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങളും ഞാൻ പഠിച്ചു. എത്രത്തോളം നമ്മളെപ്പോഴും ഞാൻ പറയുന്നത് ഫുൾ ടൈം മ്യൂസിക് മാത്രമായിരിക്കാനുള്ളൊരു ബാൻഡ് വിഡ്ത്തൊന്നും നമുക്കൊന്നുമില്ല. പക്ഷെ സ്റ്റിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയണത് വലിയൊരു കാര്യമാണ്. അപ്പം അതിന്ന് ഞാൻ പഠിച്ചു, സി ഹൗ ഹീസ് യൂസിങ് ഹിസ് ടൈം എന്നുള്ളത്. നിങ്ങളുടെ ലോകം പ്രകാശപൂരിതമാക്കാൻ ഇനി അസാസ് LED ലൈറ്റ്സ്. വീട്ടിലേക്കും ഓഫീസിലേക്കും ഇനി ദ കംപ്ലീറ്റ് ലൈറ്റിംഗ് സൊല്യൂഷൻസ്. അസാസ് എന്നാൽ ക്വാളിറ്റിയാണ്. അപ്പൊ ഇനി മറക്കണ്ട, അസാസിലേക്ക് പോവാം. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ അല്ലേ ഓർത്തെടുക്കാൻ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഐ എം ഷുവർ അദ്ദേഹവുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളിലും, ഓരോ നിങ്ങളുടെ ഒരു ടുഗെദർ ആയിട്ടുള്ള സമയത്തിൽ നിന്നും എന്തെങ്കിലും ഓരോരോ പാഠങ്ങൾ, ഓരോ തിരിച്ചറിവുകൾ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടാവണം. ഓക്കെ, നരൻ സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ട് ഉപയോഗിക്കാതിരുന്നതിൽ സങ്കടമുണ്ടായി. നമ്മൾ പറഞ്ഞതാ, സങ്കടപ്പെട്ടിട്ട് ഇപ്പം കാര്യമില്ലല്ലോ. അന്ന് കുറച്ച് സങ്കടം ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്, ദീപക് ദേവ് കമ്പോസ് ചെയ്തത്, അതുപോലെ ദാസേട്ടൻ്റെ ഒപ്പമുള്ള ഡുവറ്റാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു വിഷമമുണ്ടായി. പക്ഷെ അതൊന്നും ഇപ്പം പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലൊന്നും അല്ല ഇതൊന്നും. ഞാൻ നേരത്തെ രമ്യ പറഞ്ഞ പോലെ ഓരോ പാട്ടിനും ഒരു ജാതകമാണ്. ദാറ്റ്സ് ഓക്കെ. അന്നിപ്പോൾ നമുക്ക് ഇമ്മെച്യൂർ ആയിരുന്നപ്പോൾ നമുക്ക് ഇതൊക്കെ ആലോചിച്ചു, അയ്യോ അത് വന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കും. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ടീക്ക്, ദിസ് ഇസ് ഓൾ പാർട്ട് ഓഫ് ലൈഫ്. ഇപ്പം എനിക്ക് എന്താ പറയുക, അതൊന്നും ആലോചിച്ചു ബോധേടല്ല. ഇതിൻ്റെ കൂടെ ചേർത്ത് ചോദിക്കട്ടെ, എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള സിംഗറാണ് ഗായത്രി, ശരിക്കും ടാലൻറ്റഡ് ആണ്. എന്നിട്ടും ഗായത്രിക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇങ്ങനെയൊന്നല്ല, എപ്പോഴെങ്കിലും ഒരു റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റിജക്ഷൻ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്തൊക്കെ നമുക്ക് എൻ്റെ ഒരു സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് സ്പേസ് ആയിരുന്നു വോയിസ് കൾച്ചറിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ എൻ്റെ വോയിസ് ഒരു ട്രഡീഷണൽ പ്ലേ ബാക്ക് വോയിസ് അല്ല എൻ്റെ, മനസ്സിലായോ? കുറച്ചുകൂടിയും ഒരു ബേസ് ഹെവി ആയിട്ടുള്ള വോയിസ് ആണ്. അപ്പം എനിക്കിപ്പം പല ലെജൻഡറി സിംഗേഴ്സിൻ്റെ മാതിരി ഹൈ റേഞ്ച് ഒന്നുമില്ല. എൻ്റെ റേഞ്ച് വേറൊരു റേഞ്ചാണ്. അപ്പോൾ പലപ്പോഴും സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ ചോദിക്കും, എന്താ ഈ സ്കെയിലിൽ പാടാത്തത്, പാടിക്കൂടെ? അത് വളരെ എന്താ പറയുക, നോൺ സെൻസിക്കൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ചെല്ലോ വയലിൻ്റെ റേഞ്ചിൽ വായിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഒരു ബേസ്, സപ്പോസ് ഒരു ഡബിൾ ബേസ് ഉള്ള ഇൻസ്ട്രുമെൻറ്റ് വയലിൻ്റെ റേഞ്ചിൽ വായിക്കാൻ പറ്റുമോ? അത് പൊട്ടിപ്പോവില്ലേ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ? വോക്കൽ കോഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്, അതിന് അതിൻ്റേതായിട്ടുള്ള റേഞ്ച് ഉണ്ട്. ദാസേട്ടൻ്റെ റേഞ്ച് അല്ല ശങ്കർ മഹാദേവൻ സാറിന്, ജഗ്ജീത് സിംഗിൻ്റെ റേഞ്ച് അല്ല മുഹമ്മദ് റഫിക്ക്. ജഗ്ജീത് സിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ എംപയർ സി എന്നുള്ളൊരു ചെറിയ റേഞ്ചിൽ പാടിയിട്ടാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുതന്നെ മുഹമ്മദ് റഫി സാറിൻ്റെ റേഞ്ചിൽ അദ്ദേഹത്തിന് പാടാൻ പറ്റിയിരുന്നില്ല. ഉഷാ ഉദുപ്പിൻ്റെ റേഞ്ച് അല്ല ലതാ മങ്കേഷ്കറിന്, സുനീതി ചൗഹാൻ്റെ റേഞ്ച് അല്ല ശ്രേയയ്ക്ക്. അപ്പോൾ പക്ഷേ മ്യൂസിക് ഡയറക്ടേഴ്സ് അത് കണ്ടറിഞ്ഞ് നമ്മുടെ റേഞ്ചിൽ പാട്ട് കമ്പോസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ആ പാട്ടിന് വിളിക്കരുത്. അപ്പം അങ്ങനെ പല കമൻസും പറയും, എന്താ ഈ എഫിൽ പാടാൻ പറ്റാത്തത്, അവർ പാടുന്നുണ്ടല്ലോ, ഇവർ പാടുന്നുണ്ടല്ലോ. അപ്പോൾ അത് അവർക്ക് അവരുടെ അറിവില്ലായ്മയാണ്, മനസ്സിലായോ? അതൊരു വോക്കൽ കൾച്ചർ സ്റ്റഡി ചെയ്യാത്തതിൻ്റെ പ്രശ്നം. അത് വെസ്റ്റേൺ മ്യൂസിക്കിലുണ്ട്, അതായത് സൊപ്രാനോ, ഓൾട്ടോ, ടെനർ, അവരൊക്കെ അത് സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ ഫീമെയിൽ സിംഗേഴ്സും മെയിൽ റേഞ്ചിൽ പാടണം എന്ന് കഴിഞ്ഞാൽ അതെങ്ങനെ നടക്കും? മെയിൽ റേഞ്ച് വളരെ ഹൈ റേഞ്ചാണ്, ഫീമെയിൽ സിംഗേഴ്സിന് ആ റേഞ്ചിൽ പാടാൻ പറ്റില്ല, എല്ലാ സിംഗേഴ്സിനും പറ്റില്ല. അപ്പോൾ ആ രീതിയിൽ റിജക്ഷൻ പലപ്പോഴും ഫേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ വളരെ ചെറുതാണ്, നല്ല 20s. അപ്പോൾ ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യുമായിരുന്നു, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് തോന്നിയിട്ട്. ഇപ്പം എനിക്കത് മനസ്സിലാവും, എനിക്കല്ല ബ്ലെയിം, അവർക്കാണ് ബ്ലെയിം, മനസ്സിലായോ? വിച്ച് ഇസ് എ ട്രൂത്ത്. അപ്പം അത് അതൊക്കെ ഇവിടുത്തെ ഒരു എന്താ പറയുക, ഇൻഡസ്ട്രിയുടെ അറിവില്ലായ്മയാണ്, മനസ്സിലായോ? ഇപ്പോൾ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അവയർനെസ് ഒക്കെ വന്നല്ലോ, എല്ലാവരും പറയുന്നുണ്ടല്ലോ, എല്ലാവരും മെലിഞ്ഞിരിക്കാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ ബോഡി ടൈപ്പ് ഉണ്ട്. അപ്പം അതിന് നമ്മൾ എംബ്രേസ് ചെയ്യണം, മനസ്സിലായോ? ഇപ്പം എല്ലാ ക്യാരക്ടേഴ്സും മെലിഞ്ഞിരിക്കാൻ പറ്റുമോ സിനിമയിൽ?
വോയിസും അതേപോലെ തന്നെയാണ്. അപ്പം നമ്മുടെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന മാതിരിയാണ് ഈ വോയിസ് ഷെയ്മിങ് ചെയ്യുന്നത്. മനസ്സിലായോ? വിച്ച് ഇസ് വെരി റോങ്. ഇപ്പം കാലമൊക്കെ മാറി. ഇപ്പം നമ്മളിപ്പോൾ ഡപ്പാങ്കുത്തുകൾ ഓ ഓ എന്നൊക്കെ പറഞ്ഞ് സ്ത്രീ വോയിസസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുമാതിരി തിക്കായിട്ടുള്ള വോയിസസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആ കാലമൊക്കെ മാറി. പക്ഷെ അന്ന് അതിനോടുള്ള അവയർനെസ് ഇല്ല. കാരണം അന്നത്തെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് എല്ലാവരും ഹൈ പിച്ചിൽ പാടണം എന്നുള്ളതാണ്. എന്നിട്ട് എന്താ എല്ലാ ഫീമെയിൽ വോയിസസും ഒരേ മാതിരിയാണ്. എന്താ അർത്ഥമുള്ളത്? എൻ്റെ ഒരു ക്യാരക്ടർ വേണമെങ്കിൽ എൻ്റെ വോയിസ് വേണ്ടേ? ഞാനിപ്പം എന്നുണ്ടെങ്കിൽ എല്ലാവരുടെ വോയിസും ഇതേമാതിരി ഇരിക്കും ആ സ്കെയിലിൽ പാടിപ്പിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഗായത്രി എന്നുള്ളൊരു സിംഗറിൻ്റെ ഇൻഡിവിജ്വാലിറ്റി ഇല്ലല്ലോ. ഓക്കെ. പിന്നീട് ഈ ഗാനരംഗത്ത് മാത്രം തുടർന്നാൽ ഗായകർ നിരാശരാകും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴോ എന്തോ എങ്ങനെയോ പിന്നണി ഗാനരംഗത്ത് മാത്രം ഇപ്പോഴാണെന്ന് വെച്ചാൽ നിരാശരാകും. കാരണം ഡെഫിനറ്റ്ലി നിരാശരാകും. കാരണം എന്താ വെച്ചാൽ ഇപ്പം അതിനുള്ള സ്കോപ്പില്ല എല്ലാവർക്കും പാടാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ വർഷത്തിൽ 1-2 പാട്ട് കിട്ടും. അപ്പം അതുകൊണ്ട് മാത്രം ഹാപ്പി ആണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ പിന്നെ പക്ഷേ പൊതുവേ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെസ്റ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വേറെ, മ്യൂസിക് ഇൻഡസ്ട്രി വേറെ. അപ്പം ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഇൻഡസ്ട്രിക്ക് അതിനുള്ളൊരു ഗ്രോത്ത് ഇല്ല. അപ്പം എല്ലാവരും ഫിലിമിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടെ ജീവിക്കുന്നത്. അതല്ലെങ്കിൽ ഗസൽ ക്ലാസിക്കലിൽ പോകണം. എല്ലാവരും ഗസൽ സിംഗർ ആവാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ അവർക്ക് അവരുടെ ഇൻഡിവിജ്വൽ ഇഷ്ടങ്ങളും ഉണ്ടല്ലോ. നമുക്കിപ്പോൾ എല്ലാവരെയും ഫോഴ്സ് ചെയ്ത് ക്ലാസിക്കൽ സിംഗർ ആക്കാനോ പറ്റില്ല. കർണാട്ടിക് സിംഗർ ആക്കി നിങ്ങൾക്ക് ബോംബെ ജയശ്രീ ആവണം, സുധാരംഗനാഥ് നമുക്ക് ഒരാള് വിചാരിച്ചാൽ ആർക്കും ആവാൻ പറ്റില്ല. ഉള്ളിൽ നിന്ന് വരണം. ഓരോരുത്തർക്കും ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യാം. ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്ലേ ബാക്ക് സിംഗർ ആവുകയാണെങ്കിൽ വളരെ കുറവ് ബോഡി ഓഫ് വർക്കേ കിട്ടുള്ളൂ നമുക്ക്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നമ്മുടെ ഫുൾ ലൈഫ് ടൈമിൽ വേണമെങ്കിൽ 10 സിനിമ ഹിറ്റ് ഉണ്ടായാൽ വലിയൊരു കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയായി ഒരു അപ്പം അത് വെച്ച് ഹാപ്പി ആണെങ്കിൽ ഓക്കെ. നിരാശ എന്നുള്ള വാക്ക് ഞാനിപ്പം ഉപയോഗിക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് എ റൈറ്റ് വേർഡ്. അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പ്രിഫറൻസസ് ആണ്. നമ്മൾക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. നിങ്ങളുടെ പാട്ടാണ് എന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത് എന്ന് പറഞ്ഞ ആരാധിക ഇന്നും മനസ്സിൽ ഒരു കുളിർമഴ തീർക്കുന്നു. ആരാധികല്ല, ആരാധികനാണ്. ആരാധകനാണോ? ആണോ? അതെ അതെ. അദ്ദേഹം ഇപ്പൊ എന്ത് ചെയ്യണു? അദ്ദേഹം നോക്കിയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് മെസ്സേജസ് ഒക്കെ അയക്കും. പക്ഷെ അതുണ്ട്, അത് വളരെ മ്യൂസിക് എന്നുള്ള സാധനത്തിന് ഇത്രയധികം ഹീലിംഗ് പവർ ഉണ്ട് എന്നുള്ളത് നമുക്ക്. അത് ഏത് പാട്ടായിരുന്നു അദ്ദേഹത്തിന്? അത് പാട്ടല്ല, അതൊരു ലൈവ് ഷോ ആയിരുന്നു. ലൈവ് ഷോ കേൾക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞതാണ്, ഇന്നിപ്പോൾ ഈ പാട്ട് കേട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ സൂസൈഡ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്കതിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് വരിക. കാരണം ഞാനത് ഫേസ് ചെയ്യാനുള്ളൊരു മെൻറ്റൽ കേപ്പബിലിറ്റി ആ സമയത്ത് അതൊരു ഷോക്ക് മാതിരിയാണ്. ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റുമായിരുന്നു എന്നുള്ളതെന്ന് ആലോചിച്ചിട്ട്. പക്ഷേ എന്നെ ഒരു പക്ഷം ദൈവം ആ സമയത്ത് വിട്ടതായിരിക്കും. മ്യൂസിക് എന്ന ഒരു മീഡിയത്തിലൂടെ ഹീൽ പീപ്പിൾ എന്നുള്ളത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. മ്യൂസിക്കുമായിട്ടൊരു ഹീലിംഗ് മീഡിയം ഇല്ല. നമ്മൾ വല്ലാത്തൊരു പവറാണ്. കാരണം നമുക്ക് ഇപ്പോഴത്തെ ഇത്രയധികം മോഡേൺ ലൈഫ് എന്ന് പറയുന്നത് ഹൈലി കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. എല്ലാവർക്കും സോഷ്യൽ മീഡിയ പ്രഷർ, സ്ട്രെസ് ലെവൽസ്. ഇത്രയധികം കംഫർട്ട് ഉണ്ടായിട്ടും സ്ട്രെസ് ലെവൽസിന് യാതൊരു കുറവുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, പ്രഷർ ടു ലുക്ക് യങ്, ഫിലിം ഫീൽഡിലുള്ളവർക്കുള്ള പ്രഷേഴ്സ്, ഇത്ര ഫോളോവേഴ്സ് വേണം, അത് വേണം, ഇത് വേണം. പഴയ കാലത്തെ മാതിരി പാട്ട് മാത്രം പാടി നടന്നാലൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ കാലത്ത് വിസിബിലിറ്റി വേണം. അപ്പം നമ്മൾ റീൽസ് ഇറക്കിക്കൊണ്ടിരിക്കണം. ഡിമാൻഡ്സ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ലെവലിലുള്ള ഡിമാൻഡ്സാണ്. സ്റ്റേജിൽ ഞാനൊക്കെ രമ്യയ്ക്ക് അറിയാമല്ലോ, ഒരു പൗഡർ മാത്രം ഇട്ടിട്ട് പണ്ടത്തെ കാലത്തൊക്കെ പോയിരുന്നത്. അപ്പം അത് പറ്റുമോ? ഇപ്പം സ്റ്റൈലിസ്റ്റ് വേണം, മേക്കപ്പ് വേണം, അത് വേണം. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലാണ് ഇപ്പോഴത്തെ കാലത്ത് ഡിമാൻഡ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മ്യൂസിക്കിന് അല്ലെങ്കിൽ മെഡിറ്റേഷന്, യോഗ, സെൽഫ് കെയറിന് നമ്മളൊരു സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ ലൈവ് കോൺസേർട്സ് പോയി കേൾക്കൂ. ഈ ഫോണിൻ്റെ മുമ്പിൽ മാത്രം ഇരിക്കാതെ. ഞാനൊരു വലിയ ഡിഫറൻസ് ബോംബെയും നാടും തമ്മിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ,
നീത മുകേഷ് അംബാനി കൾച്ചറൽ സെൻറ്റർ ബോംബെയിലുണ്ട്, അതെ. ടാറ്റാസിൻ്റെ NCPA ഉണ്ട്, ഉണ്ട്. വലിയ വലിയ ഓഡിറ്റോറിയംസ് ഉണ്ട്, വെൽ എക്വിപ്ഡ് AC ഓഡിറ്റോറിയംസ് ഉണ്ട്. ഇവിടെ ക്ലാസിക്കൽ മ്യൂസിക് നടക്കുന്നു, ഗസൽ ഷോസ് നടക്കുന്നു, സൂഫി നടക്കുന്നു, കവ്വാലി നടക്കുന്നു, കർണാട്ടിക് നടക്കുന്നു. ഇതൊക്കെ ആൾക്കാർ 1000 rupees 500 rupees ടിക്കറ്റ് വാങ്ങിച്ചു പോയി കേൾക്കും. എൻ്റെ ഒരു ഗസൽ ഷോ നീത മുകേഷ് അംബാനി കൾച്ചറൽ സെൻറ്ററിൽ ഓൾറെഡി ഞാൻ 3 വർഷം നടത്തി. ഇതെല്ലാവരും ടിക്കറ്റ് കൊടുത്ത് അവർ വന്ന് കേൾക്കുകയാണ്. ഇവിടെ ഒരു ഗസൽ ഷോ വെച്ച് കൊടുത്ത് ആരെങ്കിലും ടിക്കറ്റ് കൊടുത്ത് വാങ്ങിക്കുമോ? ഒരാളും ടിക്കറ്റ് വാങ്ങിക്കില്ല. എല്ലാവരും ചോദിക്കും ഗസൽ ഫ്രീ ആയി പാസ് കിട്ടുമെന്നേ ചോദിക്കുള്ളൂ. അതുമാതിരി ഇവിടെ നല്ല AC ഓഡിറ്റോറിയംസ് ഇല്ല, പ്രോപ്പർ ഒരു കോൺസേർട്ട് ഹാളില്ല, ഇവിടെ ആ കൾച്ചറില്ല. അപ്പോൾ ആ ഒരു ഇന്ത്യൻ മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ മ്യൂസിക്കാണ് അല്ലേ, നമ്മളത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു കർത്തവ്യം നമുക്കുണ്ട്. ഇപ്പം ഹാൻഡ്ലൂം സാരി, നമ്മുടേതായിട്ടുള്ള ഫാബ്രിക്സ്, ഹാൻഡ്ലൂം ട്രഡീഷണൽ സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. നമ്മുടെ മ്യൂസിക്കും ഇതേപോലെ തന്നെയാണ്. നമ്മൾ ഫിലിം എന്നുള്ളൊരു സാധനത്തിനെ മാത്രം പ്രൊമോട്ട് ചെയ്യാതെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിനെ പ്രൊമോട്ട് ചെയ്യുക, നമ്മുടെ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുക. അതിനു വേണ്ടി ഗവൺമെൻറ് ലെവലിൽ കുറേ കൂടി ചെയ്യണം, പേട്രണേജ് കൊടുക്കണം, ഫെസ്റ്റിവൽസിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യണം, ആൾക്കാരും അതിനെ പ്രൊമോട്ട് ചെയ്യണം. നമുക്കൊരു പിസ്സ വാങ്ങിക്കാൻ 1000 രൂപ വാങ്ങിക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ. ഒരു കോഫി ഹൗസിൽ പോയി ഒരു കോഫി സ്പെൻഡ് ചെയ്യാനായിട്ട് 500 രൂപ സ്പെൻഡ് ചെയ്യാൻ ആർക്കും ഒരു വിഷമമില്ല. അപ്പം മ്യൂസിക്കും പോയി കേൾക്കുക, ടിക്കറ്റ് വാങ്ങിച്ച് കേൾക്കുക. ആ ഒരു കൾച്ചർ ഇവിടെ വേണ്ടതാണ്. അപ്പം അത് ബോംബെയിലുണ്ട്, ഡൽഹിയിലുണ്ട്, നമ്മുടെ നാട്ടിലില്ല നല്ല നല്ല കോൺസേർട്ട് ഹാൾസ്. അപ്പോൾ ഈ ഒരു മാറ്റം ആവശ്യമാണ്. ഓക്കെ. സ്റ്റേജിൽ പാടാനുള്ള പാട്ടുകൾ ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നില്ല. കറക്റ്റാണ്, വളരെ കുറവാണ്. അതുകൊണ്ടാണല്ലോ റിയാലിറ്റി ഷോസിൽ ഇപ്പോഴും 80s 90s പാട്ടുകൾ പാടുന്നത്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ജഡ്ജ് ചെയ്യാൻ വരാറുണ്ട്. എല്ലാം ഒരു ഏർലി 2000s, എല്ലാം കൂടുതൽ പുതിയ പാട്ടുകളൊന്നും ആരും റിയാലിറ്റി ഷോസിൽ പാടുന്നില്ല, സ്റ്റേജ് ഷോസിലും പാടുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു മെലഡി എന്നുള്ള സാധനം നമുക്ക് പ്രസന്റ് ചെയ്യണമല്ലോ. ഒരു അടിപൊളി പാട്ട് ഓഫ് കോഴ്സ് വേണം, എല്ലാവർക്കും ഡാൻസ് ചെയ്യണം. പക്ഷെ അത് മാത്രം ആവരുതല്ലോ, നമ്മളൊരു മിക്സ് ചെയ്യണ്ടേ. നമുക്കൊരു അഡ്രിനാലിൻ എപ്പോഴും ഹൈ 1.5 മണിക്കൂർ ഹൈ അഡ്രിനാലിനിൽ പോകാൻ പറ്റില്ലല്ലോ. ഈവൻ ഇന്റർനാഷണൽ പോപ്പ് സ്റ്റാർസ് ആയിട്ടുള്ള ജസ്റ്റിൻ ബീബറും ടൈലർ സ്വിഫ്റ്റ് പോലും വന്ന ഒരു അക്കോസ്റ്റിക് സെറ്റ് ഉണ്ടാവും, ഒരു വെറും ഗിറ്റാർ മാത്രം വെച്ച് പാടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവർ ഡാൻസിലേക്ക് പോകും. അപ്പം ആ ഒരു ഇത് അപ്പം അതിന് മെലഡി സോങ്സ് വളരെ കുറവാണ്. ഇപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും എല്ലാരും പണ്ടത്തെ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും തന്നെ എടുത്തിട്ടാണ് എപ്പോഴും ആ പഴയ പാട്ടിൽ തന്നെയാണ് പാടുന്നത്. എൻ്റെ കണ്ടംപററി പ്ലേ ബാക്ക് സിംഗേഴ്സിനെ എടുത്ത് നോക്കൂ, അവരെല്ലാവരും അവരുടെ ഒറിജിനൽസ് തന്നെയാണ് ഇപ്പോഴും പാടുന്നത്. നല്ല പാട്ടുകൾ സ്റ്റേജിൽ പാടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെലഡി. ശബ്ദത്തിന് സ്ട്രെയിൻ വന്നതുകൊണ്ട് ഡബിങ് ഉപേക്ഷിച്ചു. യെസ്, ഉപേക്ഷിക്കാനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പത്മപ്രിയക്ക് വേണ്ടിട്ടല്ലേ എന്തെങ്കിലും ചെയ്താലേ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതായത് എൻ്റെ ഓഫേഴ്സ് വന്നു, ഞാൻ എടുത്തില്ല മാത്രം. കാരണം എന്താ വെച്ചാൽ പിന്നെ അത് ഭയങ്കര ഡിമാൻഡിങ്, കരച്ചിലൊക്കെ മൂവിയിൽ ചെയ്യണമെങ്കിൽ കരയണമെങ്കിൽ. അപ്പം ആകെ ഒരു സിനിമയെ ഞാൻ ഡബ് ചെയ്തിട്ടുള്ളൂ. അതെ, അത് പത്മപ്രിയക്ക് വേണ്ടിയിട്ടല്ലേ അന്ന് ചെയ്തത്. എത്രയായാലും അതൊരു വോയിസിന് സ്ട്രെയിൻ, ഓവർ സ്ട്രെയിൻ വരുന്ന ഒരു കാര്യമാണ്. കാരണം അത് മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ആ മീഡിയവും പാട്ടും ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് അത് എഗെയിൻ വോക്കൽ കോഡിന് സ്ട്രെയിൻ വരും. ഭാഗ്യലക്ഷ്മി ചേച്ചി എനിക്കറിയാം ആ കഥയൊക്കെ പണ്ട്. ഇപ്പൊ ആക്ച്വലി ഭാഗ്യലക്ഷ്മി ചേച്ചിയോടൊപ്പം ഞാനിപ്പം സ്റ്റേറ്റ് അവാർഡിന്റെ ജൂറി പ്രശ്നം ചെയ്യുന്നുണ്ട്. ഫൈനൽ ജൂറിയിൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പൊ 10 days ഭാഗ്യലക്ഷ്മി ചേച്ചിയോടൊപ്പം ട്രിവാൻഡ്രത്ത് പ്രകാശ് രാജ് സാറിന്റെ ഒപ്പം ഒക്കെ ഉണ്ടാവും.